ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സൃഷ്ടിച്ചവനായ റബ്ബിനെ സൂക്ഷിക്കുക, കുടുംബബന്ധങ്ങളിൽ തഖ്വ പാലിക്കുക. നിശ്ചയം റബ്ബ് എല്ലാവരെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്. അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണം, പ്രകാരം സൂക്ഷിക്കുക. മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അല്ലയോ വിശ്വസിച്ചവരെ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വർത്തമാനങ്ങൾ ചൊവ്വാക്കുകയും ചെയ്യുക. എങ്കിൽ അല്ലാഹു തആല അമലുകൾ നന്നാക്കി തരികയും അവൻ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും. അല്ലാഹുവിനെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുന്നവർ മാത്രം ഈ ലോകത്തും പരലോകത്തും വമ്പിച്ച വിജയം നേടിയവരായിരുന്നു. ഇപ്പോൾ ഓതിയ ഖുർആനിലെ 3 ആയത്തുകളുടെ അല്ലാഹു ആ ആയത്തുകളിൽ നമുക്ക് നൽകുന്ന ശക്തമായ വസിയത്തുകൾ ഇവയാണ്. നാം ഏറെ ശ്രദ്ധിക്കണം. അല്ലാഹുവിൻ്റെ വസിയത്താണ്. അല്ലാഹു നമ്മെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. എന്തുകൊണ്ട്? അതിന് 3 കാരണങ്ങളുണ്ട്. പ്രധാനമായി മറ്റുള്ളവരോട് ലോകത്ത് പലരും പ്രാർത്ഥിക്കുന്നതിനാൽ. 2, അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അല്ലാഹു തആല മനുഷ്യരോട് കൽപ്പിച്ചതിനാൽ. 3, അല്ലാഹു തആല മാത്രമേ സൃഷ്ടാവുള്ളൂ എന്നതിനാൽ. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന വളരെ വ്യാപ്തിയുള്ള വിഷയത്തെ ഹ്രസ്വമാക്കിക്കൊണ്ട് എൻ്റെ നിങ്ങളെ മുന്നിൽ ചില പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്.
7:50 ഇഖാമത്ത്. അതിനു മുമ്പ് നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ 3 കാരണങ്ങളാൽ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് പാടില്ല. എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം? അത് ആരാധന എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പഠിപ്പിച്ചു, ഇന്ന ദുആ ഹുവൽ ഇബാദ, തീർച്ചയായും ദുആ പ്രാർത്ഥന അത് ഇബാദത്താണ്, ആരാധനയാണ്. സുമ്മ ഖറഅ, പിന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി സൂറത്ത് ഗാഫിറിന്റെ 60-ാമത്തെ ആയത്ത്, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിദ പറഞ്ഞിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് വിളിച്ചു തേടുവിൻ, ദുആ ചെയ്യുവിൻ, പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, തീർച്ചയായും എന്നെ ആരാധിക്കുന്ന കാര്യത്തിൽ കിബ്ർ നടിക്കുന്നവർ, അഹങ്കരിക്കുന്നവർ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായിക്കൊണ്ട് ജഹന്നമിൽ കടക്കും. ഈ ആയത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ദുആ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്, ആരാധനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഈ ഒരു പ്രാർത്ഥന 2 ഇനമുണ്ട്. നാം ഇവിടെ ഭൂരിപക്ഷം ആളുകളും ഇത് കേൾക്കുന്നത് തൗഹീദുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അഖീദാപരമായി തന്നെയാണ് ഈ വിഷയം ഞാൻ എന്നെയും നിങ്ങളെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ശിർക്കിന്റെ ഒരു സമൂഹത്തോട് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണെങ്കിലും നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രാർത്ഥന 2 ഇനമാണ്. ഒന്ന് ദുആഉ മസ്തലത്തിൻ വ തലബി, അല്ലാഹുവിനോട് ഒരു കാര്യത്തെ ചോദിക്കുകയും ഒരു കാര്യത്തെ തേടുകയും ചെയ്യുക എന്നത്, പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നത്. അഹ്ലുസ് സുന്നത ഇമാമുകൾ രേഖപ്പെടുത്തി, ബിഅയ്യസ്അലല്ലാഹ തആല മാ യൻഫഉഹു ഫിദ് ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും ഒരടിമ തനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും തനിക്ക് പ്രയോജനം നൽകുന്ന കാര്യങ്ങളൊക്കെയും അല്ലാഹുവിനോട് പ്രത്യേകം ചോദിക്കുക എന്നതാണ്. ദുനിയാവിലും ആഖിറത്തിലും തനിക്ക് ദോഷകരമാകുന്ന കാര്യങ്ങൾ തടുക്കാൻ വേണ്ടി റബ്ബിനോട് തേടലാണ്. 2-ാമത്തെ ഇനം ദുആഉൽ ഇബാദ, ഇബാദത്തുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ്. ഇമാമുകൾ രേഖപ്പെടുത്തി, വൽ മുറാദു ബിഹി അൻ യകൂന ആബിദൻ ലില്ലാഹി തആല, അയകൂന ഇൻസാനു ആബിദൻ ലില്ലാഹി തആല, ഒരു മനുഷ്യൻ അല്ലാഹു തആലക്ക് ആരാധന ചെയ്യുന്നവനായിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കലാണ്. ബി അയ്യി നൗഇൻ മിൻ അൻവാഇൽ ഇബാദ, അത് ഇബാദത്തുകളിൽ ഏത് ഇനമാണെങ്കിലും, അൽ ഖൽബിയ ഹൃദയ സംബന്ധിയാണെങ്കിലും, അവിൽ ബദനിയ തന്റെ ബോഡിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും, അവിൽ മാലിയ തന്റെ ധനപരമായ കാര്യങ്ങളിലാണെങ്കിലും, അവ ധനപരമായി സക്കാത്ത് കൊടുക്കുന്നു, ശാരീരികമായി ശരീരം അനക്കി ഇബാദത്ത് എടുക്കുന്നു, മനസ്സുകൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കുന്നു. അങ്ങനെ ഇബാദത്ത് എടുക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും അതിൽ പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ 2 രൂപത്തിലാണ്, 2 ഇനങ്ങളിലാണ് പ്രാർത്ഥന. ഏത് ഇനമാണെങ്കിലും, പ്രത്യേകം അല്ലാഹു തആലയോട് ചോദിക്കുന്ന കാര്യമാണെങ്കിലും, ഇബാദത്ത് എടുക്കുമ്പോൾ അതിൽ അന്തർലീനമായി കിടക്കുന്ന ഇൻക്ലൂഡ് ആയിരിക്കുന്ന പ്രാർത്ഥനയാണെങ്കിലും അല്ലാഹുവോട് മാത്രമേ ചെറുടാവൂ. സൂറത്തുൽ ജിന്നിന്റെ 20-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, ഖുൽ നബിയേ, നീ പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ യാതൊരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു തആല പ്രത്യേകം കൽപ്പിക്കുകയാണ്. നബിയെ, താങ്കൾ വ്യക്തിപരമായി പ്രഖ്യാപിച്ചേ പറ്റൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, ആ റബ്ബിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കില്ല. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ ഓരോ ദിവസവും 17 തവണയെങ്കിലും 5 നേരം റക്അത്തുകൾ നമസ്കരിക്കുമ്പോൾ അത്രയും തവണ അൽ ഫാത്തിഹ ഓതിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ്, അർ-റഹ്മാനിർ റഹീം, അവൻ പരമകാരുണികനാണ്, കരുണാനിധിയാണ്, മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ മാലിക്കാണ്, രാജാവാണ്, അധിപനാണ് അവൻ,
കാര്യങ്ങളാണ്. ഒന്നാമത്തെ ആയത്ത് എന്താ? നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ടാണ് ഓതുന്നത് എങ്കിൽ അല്ലാഹു പറയും ഒന്നാമത്തെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന രണ്ടാമത്തെ ആയത്ത് ഓതുമ്പോൾ ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഒരടിമ ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടി അർറഹ്മാനിർ റഹീം എന്ന അല്ലാഹനെ പറ്റി പറയുമ്പോൾ 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് അല്ലാഹ് മറുപടി പറയും എന്റെ അടിമ എന്നെ വാഴ്ത്തിയിരിക്കുന്നുവെന്ന്. മാലികി യൗമിദ്ദീൻ എന്ന് അടിമ ഓതുമ്പോൾ അല്ലാഹ് പറയും മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്റെ മഹത്വം കീർത്തനം ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഒരു അടിമ പറയുന്ന കാര്യം എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. അല്ലാഹനെ പുകഴ്ത്തിക്കൊണ്ട് ഹംദർപ്പിച്ചുകൊണ്ട് അല്ലാഹനെ വാഴ്ത്തിക്കൊണ്ട് അത് അല്ലാഹുവിന്റെ റഹ്മത്തിനെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ മുലൂക്കിയത്തിനെ സ്ഥാപിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും ഒരു പ്രതിജ്ഞ റബ്ബിനോട് ചെയ്യുന്നു, നിന്നെ മാത്രമേ ആരാധിക്കൂ ഞങ്ങൾ, വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ 4 ആയത്തുകളെ നമ്മളൊന്ന് കൂട്ടി വായിക്കൂ, എന്നിട്ട് ഇരുന്നൊന്ന് ചിന്തിക്കൂ. വയ്യാക നസ്തഈനിൽ നിന്ന് അല്ലാഹു തആല മനുഷ്യരെ ഒഴിവാക്കിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ നമ്മൾ അത് ഒഴിവാക്കി മതി. ഞാൻ നിങ്ങളോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ എന്നെ നിങ്ങളെ അല്ലാഹു തആല വയ്യാക നസ്തഈൻ ഒഴിവാക്കിയോ? സത്യത്തിൽ കൊല്ലങ്ങളോളം പതിറ്റാണ്ടുകളോളം സ്റ്റേജിൽ തൗഹീദ് പറഞ്ഞ ആളുകളൊക്കെ പറയാണ് വയ്യാക നസ്തഈനിൽ നിന്ന് ദൃശ്യപ്രപഞ്ചത്തിലെ മനുഷ്യരെ അല്ലാഹു ഒഴിവാക്കി. അങ്ങനെയാണ് ഇയ്യാക, നിന്നെ മാത്രം എന്ന അർത്ഥം പറയുന്നു. സഹോദരങ്ങൾ, അതിന് വേറെ ആയത്തുണ്ട്, അതിലേക്ക് വരാം. അതുകൊണ്ട് 17 തവണ ഓരോ വിശ്വാസിയെ കൊണ്ടും അത് പറയിപ്പിക്കുന്നു, പ്രതിജ്ഞ ചെയ്യുന്നു, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ. ഈ ആയത്ത് പറയുമ്പോൾ അല്ലാഹു പറയുന്ന മറുപടി എന്താ? ആദാ ബൈനി വ ബൈന അബ്ദി, എന്റെ അടിമ ഇപ്പോൾ പറഞ്ഞ വചനം എന്റെയും അവന്റെയും ഇടയിലുള്ള കരാറാണ്. ഒരു അബ്ദി മാ സഅല, എന്റെ അടിമ അവൻ ചോദിച്ചതുണ്ട്, എന്റെ അടിമക്ക് അവൻ ചോദിച്ചതുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആലയോട് പ്രിയപ്പെട്ടവരെ, തൗഹീദുള്ളവരായ നമ്മൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ വലിയൊരു ജനവിഭാഗം, വലിയൊരു സൊസൈറ്റി അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് കൃത്യമായി വഴിപിഴച്ചു പോയി. അതിലേക്ക് ഇതാ നൂറ്റാണ്ടുകൾ, ഒരു നൂറ്റാണ്ടോളം തൗഹീദ് പറഞ്ഞവരും പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ തൗഹീദുള്ളവരായ നമ്മെ സംബന്ധിച്ച് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ പറ്റിയാ പറയുന്നത്. സത്യവിശ്വാസികളായ തൗഹീദുള്ളവരായ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ ഇറക്കി, മൻ ലം യദ്ഉല്ലാഹ്, അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തവർ വദിബല്ലാഹു അലൈഹി, അല്ലാഹുവിനോട് കോപിച്ചിരിക്കുന്നു. അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്തില്ലെങ്കിൽ നമ്മോട് അല്ലാഹുവിന് കോപമുണ്ടാകും. അല്ലാഹുവിലേക്ക് പങ്കു ചേർത്താൽ, ശിർക്ക് ചെയ്താൽ അവരോട് അല്ലാഹുവിന് പ്രത്യേക കോപമുണ്ട്, സംശയമില്ല. എന്നാൽ തൗഹീദുള്ളവർ പോലും ഞാൻ തൗഹീദുള്ളവനാണ്, ഞാൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറയുന്നവനാണ്, ഞാൻ റബ്ബിനെ മഹത്വപ്പെടുത്തുന്നവനാണ്, റബ്ബിനെ വാഴ്ത്തുന്നവനാണ്, അവനെ സ്തുതി അർപ്പിക്കുന്നവനാണ്, അവനെ പേടിക്കുന്നവനാണ്, അവനെ പേടിച്ച് കരയുന്നവനാണ്. പ്രാർത്ഥിക്കുന്നില്ലെങ്കിലോ നമ്മുടെ വിനയം പ്രകടമാകുന്നില്ല. ചോദിച്ചേ പറ്റും. പ്രാർത്ഥിക്കാത്തവരോട് അല്ലാഹു കോപമാണ്. അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങാത്തവരോട് അല്ലാഹു കോപമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ചോദിക്കാത്തവരോട്, അല്ലാഹുവിനോട് യാചിക്കാത്തവരോട്, അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തവരോട് അല്ലാഹു കോപമാണ്. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന് പറയുമ്പോൾ അത് അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല, തൗഹീദും സ്ഥാപിക്കലുണ്ട്. ഓ എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവരോട് പ്രാർത്ഥിക്കൽ ശിർക്കാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ തൗഹീദ് പൂർണ്ണമായും അതേ അളവിൽ സ്ഥാപിച്ചിരിക്കണം. റബ്ബിനോട് നിരന്തരം നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും യാചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. ചില വിദ്യാർത്ഥികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന സ്വലാത്ത് വിദ്യാർത്ഥാന്ന് പറയുമ്പോ, ഇന്ന ദിക്ർ വിദ്യാർത്ഥാന്ന് പറയുമ്പോ, ഇന്ന അനുസ്മരണം വിദ്യാർത്ഥാന്ന് പറയുമ്പോ, ഇന്ന ആചാരം വിദ്യാർത്ഥാന്ന് പറയുമ്പോ, ഇന്ന രൂപത്തിലുള്ള
ഖബർ സിയാറത്ത് ബിദ്അത്താന്ന് പറയുമ്പോ സുന്നത്തായ ഖബർ സിയാറത്ത് നാം സ്ഥാപിക്കണം. സുന്നത്തായ ആചാരങ്ങൾ സ്വലാത്തും ദിക്റും ഓത്തും നമ്മൾ സ്ഥാപിക്കണം. അപ്പോഴേ നമുക്ക് അതിന് അർഹത ഉണ്ടാവുള്ളൂ. അപ്പൊ അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം എന്നർത്ഥം. അല്ലാഹു നൽകിയിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. 4 കാര്യങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 4 കാര്യങ്ങൾക്ക് അല്ലാഹു തആല അവസരം നൽകിയിട്ട് ഉപയോഗപ്പെടുത്തിയാൽ വിശുദ്ധ ഖുർആനിന്റെ 4 ഭാഗത്ത് അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളുമായി അവൻ ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലാഹു പ്രവാചകൻ പറഞ്ഞു, മൻ ഉഅതി അർബഅ ഉഅതി അർബഅ. ആർക്കാണ് അല്ലാഹു തആല 4 കാര്യങ്ങൾക്ക് അവസരം നൽകിയത്, അവർക്ക് ആ 4 കാര്യം അല്ലാഹു നൽകും. സംശയിക്കേണ്ട, അല്ലാഹു തരും, ഉറപ്പാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, തഫ്സീറു ദാലിക ഫീ കിതാബില്ലാഹ്. അല്ലാഹു അവന്റെ കിതാബിൽ അതിന്റെ തഫ്സീർ കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നത് അല്ലാഹുവിന്റെ വഹി പ്രകാരം 4 കാര്യങ്ങൾക്ക് അല്ലാഹു തആല അവസരം തരുമെന്നും അത് ഉപയോഗപ്പെടുത്തിയാൽ ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുമെന്നും അല്ലാഹു അവന്റെ ഖുർആനിൽ തഫ്സീർ ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അല്ലാഹുവിനെ സ്മരിക്കാനും ദിക്ർ ചെയ്യാനും ഓർമ്മിക്കാനും അല്ലാഹു അവസരം നൽകി. ആ അവസരം ഉപയോഗപ്പെടുത്തിയവരെ അല്ലാഹു ഓർക്കും. ലിഅന്നല്ലാഹു യഖൂൽ, അല്ലാഹു കിതാബിൽ പറഞ്ഞു, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കാം. രണ്ടാമത്തെ കാര്യം, വമൻ ഉഅതിയ ദുആ ഉഅതിയ ഇജാബ. അല്ലാഹു തആലയോട് ഒരു കാര്യത്തിൽ ദുആ ചെയ്യാനുള്ള അവസരം നൽകി. അവർക്ക് ഒരു ഇടങ്ങേറ് വരുമ്പോ, ഒരു രോഗം വരുമ്പോ, ഒരു സാമ്പത്തിക ഞെരുക്കം വരുമ്പോ, നമ്മുടെ മക്കൾക്ക് ഒരു പ്രയാസം വരുമ്പോ, ഉമ്മക്ക്, ബാപ്പയ്ക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന് മാനസികമായി ശാരീരികമായി എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും അല്ലാഹു തന്ന അവസരമാണ് ദുആ ചെയ്യാൻ. ദുആ ചെയ്യാൻ അവസരം നൽകപ്പെട്ടു. ദുആ ചെയ്തു, ഉഅതിയ ഇജാബ, അല്ലാഹു ഉത്തരം തരും. യന്നല്ലാഹു യഖൂൽ, നിശ്ചയം അല്ലാഹു പറഞ്ഞു, ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം തരാം. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. മൂന്നാമത്തെ കാര്യം, വമൻ ഉഅതിയ ശുക്ര ഉഅതിയ സിയാദ. അല്ലാഹു തആലയോട് നന്ദി കാണിക്കുവാൻ വേണ്ടി അല്ലാഹു അവസരം നൽകിയിട്ട് കൃത്യമായി നന്ദി കാണിച്ചാൽ അല്ലാഹു അവന കാര്യം വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു സ്വത്ത് നൽകി, സക്കാത്ത് കൊടുത്തു, സ്വതക്കൈ കൊടുത്തു, അല്ലാഹു ആരോഗ്യം നൽകി, ഈ ആരോഗ്യം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചിലവഴിച്ചു. അല്ലാഹു കാഴ്ച നൽകി, ഈ കാഴ്ചക്ക് നന്ദിയായി കൊണ്ട് ഖുർആൻ ഓതി, ഇൽമു നേടി, പഠിച്ചു, പാവങ്ങളെ കണ്ട് സഹായിച്ചു. അല്ലാഹു തആല മനസ്സ് നൽകി, അല്ലാഹുവിനെ ഓർത്തു, അല്ലാഹു കാര്യങ്ങൾ നൽകി, അതുകൊണ്ട് അല്ലാഹുവിലേക്ക്, അല്ലാഹുവിന്റെ ഭവനങ്ങളിലേക്ക് നടന്നുപോയി. ഏതൊക്കെ നൽകിയോ, അല്ലാഹു അവസരം നൽകിയോ, നന്ദി കാണിച്ചാൽ അല്ലാഹു വർദ്ധിപ്പിക്കും. ലിഅന്നല്ലാഹ യഖൂൽ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു, ലൈൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. നാലാമത്തെ അവസാനത്തെ കാര്യം, വമൻ ഉഅതിയൽ ഇസ്തിഗ്ഫാർ ഉഅതിയൽ മഗ്ഫിറ. പാപമോചനം തേടാൻ വേണ്ടി അല്ലാഹു അവസരം നൽകി. പാപമോചന പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലാഹു അവസരം നൽകി. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരുപാട് തവണ പറഞ്ഞു. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹ് എന്നോട് പൊറുക്കണേ, റബ്ബി ഗ്ഫിർലി, എൻ്റെ റബ്ബേ എനിക്ക് പാപമോചനം നൽകണേ എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചാൽ ഉഅതിയൽ മഗ്ഫിറ, അവൻ അല്ലാഹു തആല മഗ്ഫിറത്തിനെ കൊടുത്തു, പാപമോചനം നൽകും. ലിഅന്നല്ലാഹ യഖൂൽ, അല്ലാഹുവിന്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്നു, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ റബ്ബിനോട് പാപമോചനം തേടുവീൻ, തീർച്ചയായും അവനെല്ലാം പൊറുക്കുന്നവനായിരിക്കുന്നു. ഈ 4 കാര്യങ്ങളും വിശ്വാസികളായ നമ്മളുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് അല്ലാഹു തആല ഇങ്ങനെയൊക്കെ അവസരം തരുന്നുണ്ട്. ഒരു ചെറുപാപം കണ്ണുകൊണ്ട്, ഒരു ചെറുപാപം കാതുകൊണ്ട്, ഒരു ചെറുപാപം മനസ്സുകൊണ്ട്, ഒരു ചെറുപാപം സ്പർശനം കൊണ്ട്, ഒരു ചെറുപാപം നടത്തം കൊണ്ട്, ഒരുപാട് പാപങ്ങൾ നാവ് കൊണ്ട് വന്നു പോകുമ്പോഴൊക്കെ അല്ലാഹു തആല ഇസ്തിഗ്ഫാറിനെ അവസരം തരിക. പൊറുക്കാൻ തേടിയാലോ അല്ലാഹു പൊറുക്കുന്ന. സഹോദരങ്ങളെ, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും അവിടെ എത്തുന്നുണ്ടോ, എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് സഹിക്കാൻ പറ്റില്ല. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ പറയുമ്പോൾ ഭയങ്കര വിമ്മിഷ്ടവും ഇറുകി പിടിക്കുന്ന മനസ്സും ചുളിഞ്ഞ മുഖവുമായി അവർക്ക് അസഹ്യം അനുഭവപ്പെടുക. അള്ളാഹിനെ കൂടെ ചിലരെ കൂടി ഉണ്ടെന്ന് പറഞ്ഞാലോ, അള്ളാഹിനെ കൂടെ ചില മഹാന്മാരെ കൂടി ഉണ്ടെന്ന് പറഞ്ഞാലോ വലിയ സന്തോഷമാണ്.
സൂറത്ത് സുമറിന്റെ 45-ാമത്തെ വചനം അല്ലാഹു പറയാ വൈദാ ദുകിറല്ലാഹു വഹദഹു അല്ലാഹനെ മാത്രം അവരോട് പറഞ്ഞാൽ അല്ലാഹനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അല്ലാഹ്ക്ക് മാത്രമേ നേർച്ച നേരാവൂ, അല്ലാഹ്ക്ക് മാത്രമേ ഇബാദത്ത് അർപ്പിക്കാവൂ എന്ന് പറഞ്ഞാൽ ഇസ്മഅസത്ത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറ പരലോകത്തിൽ വിശ്വസിക്കേണ്ട കോലത്തിൽ വിശ്വസിക്കാത്തവരായ ആളുകളുടെ ഹൃദയങ്ങൾ ചുക്കിച്ചുളിഞ്ഞു പോകുക പോലെ ഇറങ്ങി പോകുന്നു. വൈദാ ദുകിറൽ ലദീന മിൻ ദൂനിഹി അല്ലാഹുവിന്റെ കൂടെ ഇന്ന മഹാന്മാരും ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ കൂടെ ചില മഹാന്മാരെയും പ്രസ്താവിക്കപ്പെട്ടാൽ ഇദാഹും യസ്തബശിറൂൻ അവർ വലിയ നിലയിൽ ആഹ്ലാദിക്കുന്നു. അപ്പോൾ അല്ലാഹുവിനെ മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ മനസ്സ് ഇറുകിപ്പോകുന്നു. അല്ലാഹുവിന്റെ കൂടെ മഹാന്മാരോട് കൂടി ആവാന്ന് പറഞ്ഞാലോ സന്തോഷമായി അവർക്ക്. ഈ ആയത്ത് പ്രിയപ്പെട്ടവരെ മക്കാ മുശ്രിക്കുകളെ പറ്റിയാണെങ്കിലും തത്തുല്യമായി ലോകാവസാനം വരെ ആര് ചെയ്താലും മനുഷ്യോൽപത്തി മുതൽ ഏതൊരു പ്രവാചകന്മാരുടെ കാലത്ത് ആര് ചെയ്താലും അത് പച്ചയായ ശിർക്ക് തന്നെയാണ്. മക്കാ മുശ്രിക്കുകളെ പറ്റി പറയുമ്പോൾ അവരെന്താ ചെയ്തത്? അവർ വിശ്വസിച്ച അല്ലാഹു ആരാണ്? അവർ അല്ലാഹുവിലേക്ക് പങ്കുചേർത്തത് എന്തിനെ, എങ്ങനെയാണ്? സൂറത്ത് അൻകബൂത്തിന്റെ 60-ാമത്തെ വചനം ഇങ്ങനെയാണ്: വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ആകാശങ്ങളെയും ഭൂമിയെയും ആരാണ് പടച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ, മക്കായിലെ ശിർക്കിന്റെ കുഫ്റിന്റെ വക്താക്കളോട് ചോദിച്ചാൽ, അതേ വസഖറ ശംസ വൽ ഖമറ സൂര്യനെയും ചന്ദ്രനെയും ആരാണ് സംവിധാനിച്ച് കീഴ്പ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ലെപ്പോലുന്ന നിശ്ചയം അവർ പറയുക തന്നെ ചെയ്യും അള്ളയാണ് എന്ന്. എങ്ങനെയാണ് അവർ പിന്നെ വഴിതെറ്റിക്കപ്പെടുന്നത്? എവിടുന്നാണ് മഴ ലഭിക്കുന്നത്? ആരാണ് വെള്ളമിറക്കി തരുന്നത്? ആരാണ് സസ്യോൽപാദനം നടത്തുന്നത്? കായികമേഖല ആരാണ് പുറപ്പെടുവിക്കുന്നത്? ഭൂമിയെ സജീവമാക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ, അവരോട് നീ ചോദിച്ചാൽ, ആകാശത്ത് നിന്ന് ആരാണ് വെള്ളം ഇറക്കുന്നത് എന്ന്, നിർജീവമായ ഭൂമി ആരാണ് ജീവസുറ്റതാക്കുന്നത് എന്നും ചോദിച്ചാൽ അല്ലാഹ് തന്നെ എന്നവർ ശിർക്കിന്റെ ആളുകൾ മറുപടി പറയുന്നു. ആ മറുപടി കേൾക്കുമ്പോൾ പറയണം അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്തുതി. ഈ മറുപടിയെങ്കിലും അവർ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ സ്തുതി. പക്ഷേ നബിയെ ശിർക്കിന്റെ വക്താക്കൾ അധികം ആളുകളും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല മുശ്രിക്കുകളായ ആളുകളുടെ വിശ്വാസത്തെ ഖുർആൻ ഈമാൻ തന്നെ പറഞ്ഞത്, നമ്മുടെ ഈമാനിനെ ഈമാൻ തന്നെ പറഞ്ഞത്. പക്ഷെ അവർ ഈമാൻ പ്ലസ് ശിർക്ക്, നമ്മളോ ഈമാൻ പ്ലസ് തൗഹീദ്. നമ്മുടെ ഈമാൻ തൗഹീദാണ്. മുശ്രിക്കുകളായ ആളുകൾ ഈമാനോ ഈമാൻ പ്ലസ് ശിർക്ക്. സൂറത്ത് യൂസുഫിന്റെ 100-ാമത്തെ വചനം 106-ാമത്തെ വചനം വമാ യുമിനു അക്സറുഹും ബില്ലാഹ് അവരിൽ മഹാഭൂരിപക്ഷവും അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുന്നില്ല. ഇല്ലാഹും മുശ്രികൂൻ അവർ ശിർക്ക് വെക്കുന്നവരായി കൊണ്ടല്ലാതെ. അവർ ശിർക്കിന്റെയും കുഫ്റിന്റെയും അധികം വക്താക്കളും അധികം ആളുകളും അല്ലാഹനെ കൊണ്ട് ഈമാൻ കൊള്ളുന്നുണ്ട്. പക്ഷേ പ്ലസ് അതിന്റെ കൂടെ ശിർക്കും കൂടിയുണ്ട്. മാത്രമല്ല അല്ലാഹന്റെ കൂടെ ശുപാർശകന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്നു. ഇതും അങ്ങനെ തന്നെയാണ്. ആദം അലൈഹിസ്സലാമിന്റെ തലമുറ, ആദം അലൈഹിസ്സലാമിന്റെ 10-ാം തലമുറ എങ്ങനെയാണോ ശിർക്കിലേക്ക് വഴുതിപ്പോയത്, നൂഹ് നബി അലൈഹിസ്സലാം എന്തുകൊണ്ട് ഒരു പ്രവാചകനായി വന്നോ ശിർക്ക് അവിടെ ഉടലെടുത്തത് കൊണ്ട്. ലോകത്തൊട്ടാകെ എങ്ങനെയാണോ ശിർക്ക് വന്നത്, ശിർക്കിന്റെ വക്താക്കൾ തങ്ങൾ ചെയ്യുന്ന ശിർക്കിനെ എങ്ങനെയാണ് ന്യായീകരിച്ചത്, ഇന്നും പരിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ആളുകൾ ന്യായീകരിക്കുന്നതും അതേ ന്യായീകരണം തന്നെയാണ്. എന്താ ഒന്ന്, ഈ മഹാന്മാരൊന്നും അള്ളയാണ് നമുക്ക് വാദമില്ല, ഈ മഹാന്മാരൊന്നും എല്ലാം പടച്ചവരാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല, ഈ മഹാന്മാരാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് എന്നും ഞങ്ങൾക്ക് വാദമില്ല. പക്ഷേ അള്ളാന്റെ അടുക്കൽ ഇവർ ശുപാർശകരാണ്. വേറൊന്നെന്താണ്, അറിയണേ അള്ളാഹ്ക്ക് മാത്രമാണ് നിഷ്കളങ്കതയുടെ സമ്പൂർണമായ കീഴ്വണക്കം. എന്നാൽ അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കളെയും സ്വീകരിച്ചവരായ ആളുകൾ അവർ പറയുന്ന ന്യായം എന്തെന്ന് അറിയുമോ,
അള്ളാഹുവിലേക്ക് മഹാന്മാരായ ഔലിയാക്കൾ ഞങ്ങളെ അടുപ്പിക്കാനല്ലാതെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ്. രണ്ട് ന്യായം: ഒന്ന്, ഈ ഔലിയാക്കൾ ഞങ്ങൾക്ക് ശുപാർശകരാണ് അള്ളാഹുവിലേക്ക്; രണ്ട്, ഒരു നന്നായി റബ്ബിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്. മക്കാ മുശ്രിക്കുകളെ പറ്റിയാണ് ആയത്തിൽ പറയുന്നത്. ന്യായീകരിച്ചിട്ട് കാര്യമില്ല. അവർ ചെയ്ത കാര്യം ഇതാണ്: എന്ത്? അള്ളാഹുവിലേക്ക് ലാത്ത ഞങ്ങൾക്ക് ശുപാർശ പറയും, അള്ളാഹുവിലേക്ക് ലാത്ത ഞങ്ങളെ അടുപ്പിക്കും, അള്ളാഹുവിലേക്ക് ഇബ്രാഹിം ഞങ്ങൾക്ക് ശുപാർശ പറയും, അള്ളാഹുവിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം ഞങ്ങളെ അടുപ്പിക്കും, അള്ളാഹുവിലേക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഞങ്ങൾക്ക് ശഫാഅത്ത് പറയും, അള്ളാഹുവിലേക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഞങ്ങളെ അടുപ്പിക്കും എന്നേ അവർ വിശ്വസിച്ചിട്ടുള്ളൂ, എന്നേ അവർ ആചരിച്ചിട്ടുള്ളൂ. ആ വിശ്വാസത്തോടെയും ആചാരത്തോടെ മാത്രമേ അവർ അവിടെ പോയി ഇഅ്തികാഫിരുന്നുള്ളൂ, വചനമിരുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ് നാഗൂരിൽ പോയി ഇഅ്തികാഫിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടുകൂടി തന്നെയാണ് അജ്മീറിലും ഇഅ്തികാഫിരിക്കുന്നത്. സ്ഥലം മാറുന്നു, പേര് മാറുന്നു എന്നുള്ളതല്ലാതെ വിശ്വാസത്തിന് മാറ്റമില്ല, മാനസിക തലത്തിന് മാറ്റമില്ല, ലക്ഷ്യബോധത്തിന് മാറ്റമില്ല, ചിന്തകൾക്ക് മാറ്റമില്ല, അതെ, വിശ്വാസ കാര്യങ്ങൾക്ക് മാറ്റമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും മക്കായിലെ മുശ്രിക്ക് അല്ലാഹുവിനെ മാത്രം പിടിച്ചവരാണ്. ഇനി ആരും രക്ഷിക്കാനില്ല. മരുഭൂമിയിൽ കൊണ്ട കുളത്തിലും ചാടണ്ട, ഇങ്ങ് കരയില് ഈ കൊടുങ്ങല്ലൂരിന്റെ ജനനിബിഡമായ മാർക്കറ്റില് പോയി നിൽക്കുമ്പോഴും പിടുത്തം വിട്ടൊരു ഘട്ടത്തിൽ മക്കാ മുശ്രിക്ക് എന്താ ചെയ്യാം? അല്ലാഹുവിനെ മാത്രം പ്രാർത്ഥിക്കും. ഓ എന്റെ സഹോദരങ്ങളെ, അല്ലാഹു തആലയാണ് മഹാസർക്കാവ്, അല്ലാഹു തആല മാത്രമാണ് മഹാ അന്നദാതാവ്, അല്ലാഹു തആല മാത്രമാണ് ഞങ്ങളെ പടച്ചത്, അല്ലാഹു തആല മാത്രമാണ് ഞങ്ങൾക്ക് മക്കളെ നൽകിയത് എന്നെല്ലാം തന്നെയാണ് മക്കക്കാർ വിശ്വസിച്ചത്. സന്നിഗ്ധ ഘട്ടത്തിൽ അവരെ പെടുമ്പോൾ അവരെ പറ്റി അല്ലാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. അസ്സുമർ സൂറത്തിന്റെ 65-ാമത്തെ വചനം, ഫൈദാ റകിബു ഫിൽ ഫുൽക്, അവർ വൻ തിരമാലകൾ തങ്ങളുടെ കപ്പലിനെ ആചടിക്കുമ്പോൾ നടുക്കടലിൽ വെച്ച് എല്ലാ പിടുത്തവും വിട്ട് ആരും സഹായിക്കാനില്ല എന്ന ഘട്ടത്തിൽ അവരെത്തുമ്പോൾ അല്ലാഹുവിനോട് അവർ ദുആ ചെയ്യും. മുഖ്ലിസീന ലഹുദ്ദീൻ, മുഴുവൻ കീഴ്വണക്കങ്ങളും സമ്പൂർണ്ണമായി അല്ലാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കുന്നവരായിക്കൊണ്ട് അല്ലാഹുവിനോട് മാത്രം അവർ തേടും, പ്രാർത്ഥിക്കും. ആരെ പറ്റിയാ? മക്കായിലെ കുഫാറുകളെയും മുശ്രിക്കുകളെയും പറ്റി അല്ലാഹു പറയാ. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് അവർ. ഓ എന്റെ സഹോദരങ്ങളെ, നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ, മരുഭൂമിയിൽ ഒറ്റപ്പെട്ട സ്ഥലത്ത്, വിജനമായ സ്ഥലത്ത് നീ എത്തിപ്പെട്ടു, ആരെയും സഹായിക്കാനായി പരിസരത്ത് കാണുന്നില്ല എങ്കിൽ ആരെ നീ വിളിക്കുമെന്ന് ഒരു വിസ്തം പ്രവർത്തകനോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, നിഷ്കളങ്കമായി ആത്മാർത്ഥമായി നമുക്ക് പറയാനുള്ള മറുപടി അല്ലാഹ് അല്ലാഹ് എന്ന് മാത്രമായിരിക്കും. ഒരു ജിന്നും ഞങ്ങൾ രക്ഷിക്കാനില്ല, ഒരു മലക്കും രക്ഷിക്കാനില്ല, ഒരു ലാത്തയും രക്ഷിക്കാനില്ല, ഒരു സിയമും രക്ഷിക്കാനില്ല, ആരും രക്ഷിക്കാനില്ല, അല്ലാഹ് മാത്രമാണ്. പക്ഷേ അവിടെ മക്കാ മുശ്രിക്കുമായി നമുക്കൊരു വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നാലും അതേ അല്ലാഹ് മാത്രമേ നമുക്ക് സന്നിഗ്ധ ഘട്ടത്തിലും അല്ലാത്ത ഘട്ടത്തിലും സഹായിക്കാനുള്ളൂ. അവിടെയും നമ്മെ സഹായിക്കാൻ ജിന്ന് ഞങ്ങൾക്കില്ല എന്നേ നമുക്ക് മറുപടി പറയാനുള്ളൂ. മലക്കിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കൂല എന്നേ നമുക്ക് തീരുമാനമുള്ളൂ. അല്ലാഹുവിനോട് മാത്രമേ ഞങ്ങൾ തേടുകയുള്ളൂ എന്നേ നമുക്ക് മറുപടിയുള്ളൂ. ഇതാണ് നമ്മുടെ മറുപടി. എന്നാൽ മക്കാ മുശ്രിക്കോ ഒരു പറയണ്ടല്ലോ, മക്കാ മുശ്രിക്കുകളും അല്ലാഹുവിനെ മാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ടോ വിശ്വപ്രവർത്തകരും അങ്ങനെ തന്നെ പറയുന്നു, പിന്നെ ജിന്നിനെ അല്ലാഹുവിലേക്ക് പങ്കുചേർക്കുന്നു. എന്നാൽ ഫലമ്മാ നജാഹു മിനൽ ബർ, മക്കായിലെ മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് നടുക്കടലിന്റെ അപകടത്തിൽ രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവന്നാൽ ഇദാ മുശ്രിക്കുൻ അവരത് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നു. അതുപോലെയാണ് വിശ്വപ്രവർത്തകരല്ല, അവർ നടുക്കടലിൽ വെച്ചാണെങ്കിലും മരുഭൂമിയുടെ വിജനതയിൽ വെച്ചാണെങ്കിലും അതല്ല കൊടുങ്ങല്ലൂർ ടൗണിന്റെ നിബിഡമായ വിസ്ഥാനിൽ വെച്ചാണെങ്കിലും അല്ലാഹുവിനോട് മാത്രമേ തേടൂ. സന്നിഗ്ധ ഘട്ടത്തിൽ പ്രാർത്ഥിച്ച അതേ റബ്ബിനോട് മാത്രം വീണ്ടും തേടൂ. മക്കാ മുശ്രിക്കിനെ പോലെ രക്ഷപ്പെട്ട് കരയിലെത്തിക്കഴിഞ്ഞാൽ പങ്കുചേർക്കില്ല. റബ്ബിനോട് മാത്രം. ജനങ്ങളെ പറ്റിക്കുക, ജനങ്ങൾ പറഞ്ഞ് തൗഹീദുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക,
റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് തീരുമാനിച്ച, മരണം വരെ റബ്ബല്ലാത്ത ആരോടും ദുആ ചെയ്യുകയില്ല, പ്രാർത്ഥിക്കുകയില്ല എന്ന് അടിമുതൽ മുടി വരെ തീരുമാനിച്ച ഇഷ്ടപ്രവർത്തകരെ പറ്റി കള്ള ആരോപണം പറയാൻ, ഓ എന്റെ സഹോദരങ്ങളെ, അല്ലാഹു തആല അവർക്ക് മാറി ചിന്തിക്കാനും നന്മയിലേക്ക് വരാനും ഈ ഒരു പ്രസ്ഥാനം തുടക്കം മുതൽ ഒരു നൂറ്റാണ്ടായി ഉയർത്തിപ്പിടിച്ച സലഫു സാലിഹീങ്ങളുടെ ആരാധന രംഗത്തെ അഖീദാപരമായ വിഷയങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നീങ്ങുന്ന സൽപന്ഥാവിലേക്ക് വരാനും അല്ലാഹു നമ്മുടെ സഹോദരങ്ങളായ ആ പ്രവർത്തകർക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബദറിലേക്ക് പോയ അബൂജഹലും കൂട്ടരും, അതെ, അബൂജഹലിന്റെ പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ അൻസുർ അലൽ ജുന്ദൈൻ. അബൂജഹൽ ബദറിൽ ചെന്ന ശേഷം അവിടേക്ക് പുറപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഉൻസുർ അലൽ ജുന്ദൈൻ, രണ്ട് സൈന്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ സൈന്യത്തെ നീ സഹായിക്കണമേ. വഹ്ദൽ ഫിയതൈൻ, ഈ രണ്ട് കക്ഷികളിൽ ഏറ്റവും സന്മാർഗം പ്രാപിച്ചവരായ കക്ഷിയെ നീ സഹായിക്കണമേ. വഅക്രമൽ ഹിസ്ബൈൻ, ഈ രണ്ട് വിഭാഗത്തിൽ ഏറ്റവും ആദരണീയരായ ഉത്തമരായ ആളുകളെ നീ സഹായിക്കണേ. വഅഫ്ദല ദീനൈൻ, ഈ രണ്ട് മതത്തിൽ ഏറ്റവും അഫ്ദലായ ശ്രേഷ്ഠമായ മതത്തെയും നീ സഹായിക്കണേ എന്ന് അബൂജഹൽ അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്നാലോ അതേ അബൂജഹൽ ലാത്തയോട് തേടും, ലാത്തയെ അല്ലാഹുവിലേക്ക് പങ്കുചേർക്കും. ഇബ്രാഹിം നബിയോട് തേടും, ഇബ്രാഹിം നബി അല്ലാഹുവിലേക്ക് പങ്കുചേർക്കും. ഇസ്മായിൽ നബിയോട് തേടും, ഇസ്മായിൽ നബി അല്ലാഹുവിലേക്ക് പങ്കുചേർക്കും. മാത്രമല്ല തൽബിയത്ത് ചൊല്ലിയപ്പോൾ പോലും, തവാഫ് ചെയ്യുമ്പോഴും ഹജ്ജിന്റെ വേളയിലുമൊക്കെ മക്ക മുശ്രിക്കുകളായ ആളുകൾ ചൊല്ലിയ തൽബിയത്തിൽ പോലും ഉണ്ട്. അതെ, ഇബ്നു അബ്ബാസ് പറയാണ്, കാനൽ മുശ്രിക്കുന യഖൂലൂന ലബ്ബൈക ലാ ശരീക ലക്. മുശ്രിക്കുകൾ പറയുമായിരുന്നു ഹജ്ജിന്റെ തവാഫിന്റെ വേളയിൽ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളി കേട്ടുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹുവേ നിന്റെ വിളി കേട്ടുകൊണ്ട് ഞങ്ങൾ വന്നു, നിനക്ക് ശരീക്കില്ല, പങ്കുകാരില്ല. ഇത് കേൾക്കുമ്പോൾ ഉടനെ റസൂലുള്ളാഹി ചാടി പറയും, വൈലക്കും ഖദ്, നിങ്ങൾക്ക് നാശം, അവിടെ നിർത്ത്, മതി. പക്ഷെ നിർത്തൂല. അവർ തുടരും, ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൻ ഒഴികെ, ഹുവലക, അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരനുണ്ട്, ഹുവലക, ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്. ആ പങ്കുകാരൻ നിന്നെ പോലെയല്ല, ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്, നിന്റെ അടിമ തന്നെയാണ്, നിന്റെ പങ്കുകാരനാണ്, ഹുവലക നിനക്കുള്ളവനാണ്. തംലികുഹു വമാ മലക, തംലികുഹു നീ ആ ശരീക്കിനെ ഉടമപ്പെടുത്തുന്നവനാണ് എന്ന് പറഞ്ഞാൽ, നിന്റെ ആ ശരീക്കിന് എന്തൊക്കെ കഴിവുണ്ടോ അതെല്ലാം നീ കൊടുത്ത കഴിവാണ്. വമാ മലക, ഞങ്ങൾ പറയുന്ന ആ ശരീക്കുണ്ടല്ലോ റബ്ബേ, എന്തെല്ലാം അധികാരം അവർക്കുണ്ടോ അതെല്ലാം നീ നൽകിയത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തൽബിയത്ത് പൂർത്തിയാകും. അതാ അവർ ചെയ്ത ശിർക്ക്, അതാണ് അവർ നടത്തിയ ശിർക്ക്. അതുകൊണ്ട് അല്ലാഹു തആല അവനെ വിളി കേട്ടുകൊണ്ട് വന്നു എന്ന് പറയുക, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക, കൂടെ പങ്കുകാരെ ചേർക്കുക. ഈ തന്നെയാണ് പ്രാർത്ഥനയിലെ ശിർക്ക് എന്ന് മനസ്സിലാക്കണം. അതല്ലാതെ ആ പച്ചയായ ശിർക്കിന്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ തൗഹീദിന്റെ ആളുകളൊക്കെ ചേർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾക്ക് പറ്റിയ വമ്പിച്ച അബദ്ധമാണ്. അതല്ലെങ്കിൽ വിശാലമായ പഠനത്തിന്റെ കുറവാണ്, ശരിയായ ഇൽമിന്റെ കുറവാണ്. കിതാബ് കൃത്യമായ രൂപത്തിൽ വായിക്കേണ്ട കോലത്തിൽ വായിക്കാത്തത് കൊണ്ട് തന്നെയാണ്. എന്നിട്ട് അവർ പറയാണ്, നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാണ്, മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ച അല്ലാഹ് വേറെ അള്ളയാണ്. നമുക്കറിയാലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വഹി കിട്ടി, പേടിച്ചു പോയി, പേടിച്ചു വിറച്ച് പരിപാലിച്ച് വീട്ടിലേക്ക് വരൂ, സമ്മിലൂനി ഖദീജ, ഖദീജ എന്നെ പുതപ്പിട്ട് മൂട്, പേടിയാണ്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ ആശ്വസിപ്പിച്ച ഒരു സംഭവമുണ്ട്. മഹദി പറയാണ്, ഫവല്ലാഹി അല്ലാഹനെ തന്നെ സത്യം, ലാ യുസികല്ലാഹു അബദ, അല്ലാഹ് താങ്കളെ ഒരിക്കലും അപമാനിക്കില്ല. വല്ലാഹി, വീണ്ടും ഖദീജ ബീവി, വല്ലാഹി അല്ലാഹനെ തന്നെ സത്യം, ഇന്നക ലതസിലുർ റഹീം, നിശ്ചയം താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്, പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നവനാണ്, സത്യമാത്രം പറയുന്നവനാണ്, കളവ് പറയാത്തവനാണ്, ഇല്ലാത്തവനെ സമ്പാദിച്ചു കൊടുക്കുന്നവനാണ്, അതിഥിയെ ആദരിക്കുന്നവനും കുളിർപ്പിക്കുന്നവനുമാണ് എന്നിങ്ങനെ കുറെ പുകഴ്ത്തി പറയും. അതുകൊണ്ട് പ്രവാചകരെ, അതുകൊണ്ട് അങ്ങയെ അല്ലാഹു തആല കൈവിടുകയില്ല എന്ന് പറയുന്നുണ്ട്, ആശ്വസിപ്പിക്കണം. അപ്പോൾ അല്ലാഹ് എന്ന് പലവട്ടം ഖദീജ പറയുന്നുണ്ട്. ഈ അല്ലാഹ്
അതേ അല്ല തന്നെ. അതുകൊണ്ട് അല്ല ഉണ്ട് എന്ന് വിശ്വസിച്ച് അള്ളയാണ് സമദ്, അള്ളയാണ് ഖാലിഖ്, അള്ളയാണ് ഫാത്തിർ, അള്ളയാണ് വഹാബ്, അള്ളയാണ് ലത്തീഫ്, അവൻ മാത്രമാണ് സമീഅ്, അവൻ മാത്രമാണ് ബസീർ, അവൻ മാത്രമാണ് ഹമീദ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് അവൻ മാത്രമാണ് സമദ്, അവൻ മാത്രമേ സമദിയത്തുള്ളൂ, മറ്റാർക്കും സമദിയത്തില്ല, അവൻ മാത്രമേ സ്വയം കഴിവുള്ളൂ, മറ്റാർക്കും സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മഹാന്മാരെ ചേർത്താൽ ശിർക്കാവൂല എന്ന് ഉസ്താദുമാർ എത്ര ന്യായീകരിച്ചാലും തീർച്ചയായും ഇലാഹല്ലാന്ന് വിശ്വസിച്ചാലും ആ ഓരോ മഹാനെയും ആ ഓരോ തകിടിനെയും ആ ഓരോ കഷ്ണം നൂലിനെയും നമ്മൾ ഇലാഹാക്കി മാറ്റുകയാണ്. കാരണം മക്കായിലെ ഒരു മുശ്രിക്കും ഒരു മഹാനെ പറ്റിയും ലാത്തയെ പറ്റിയും ഉസ്സയെ പറ്റിയും മനാത്തയെ പറ്റിയും ഇബ്രാഹിമിനെ പറ്റിയും ഇസ്മായിലിനെ പറ്റിയും അലൈഹിമസ്സലാം ഒരിക്കലും സ്വയം കഴിവുള്ളവരാണെന്ന് വാദിച്ചിട്ടില്ല. സമസ്തയും വാദിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന ഒരു മതസ്ഥരും അത് വാദിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അവരും പ്രാർത്ഥിക്കുന്നുണ്ട്, തേടുന്നുണ്ട്. ആരെ? അല്ല മാത്രമേ സൃഷ്ടാവുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ സമദിയത്തുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ സ്വയം കഴിവുള്ളൂ, അല്ല മാത്രമേ സ്വയംഭൂവായിട്ടുള്ളൂ, ബാക്കിയെല്ലാം സൃഷ്ടികളാണ്, അല്ല കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന് വിശ്വാസമുള്ളൂ എന്ന വിശ്വാസത്തോട് കൂടി തന്നെയാണ് ലോകാടിസ്ഥാനത്തിൽ കാലാകാലങ്ങളിൽ ശിർക്കിന്റെ വക്താക്കളൊക്കെ ശിർക്ക് ചെയ്തിരിക്കുന്നത്. ഇതേ രൂപത്തിലാണ് ഇന്നും ഉസ്താദുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഫത്താവ മുഹീസുന്ന എന്ന പുസ്തകത്തിന്റെ 38ാമത്തെ പേജിൽ എഴുതുന്നുണ്ട്, മുഹിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീകളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, മുഹിദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണ്. ഹാഷിം നഈമി വഴിപിരിഞ്ഞവർക്ക് എന്തു പറ്റി എന്ന പുസ്തകത്തിന്റെ 37ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെളിയിപ്പെടുത്തി. സത്യത്തിൽ എന്തൊരു കളവാക്കി! ഖുർആനിൽ എവിടെയും ഖുർആനിൽ പലയിടങ്ങളിലും അല്ലാഹു തആലയും ഇബ്ലീസ് തമ്മിലുള്ള വാഗ്വാദത്തെ പറ്റി പ്രസ്താവിക്കുന്നുണ്ട്, ചർച്ചകളെ പറ്റി ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ എവിടെയും ഇബ്ലീസ് പറയുന്നില്ല അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അതുകൊണ്ട് ഞാൻ ആദമിന് സുജൂദ് ചെയ്യുകയില്ല എന്ന് എവിടെയും ശൈത്താൻ പറയുന്നില്ല. ഒരു കാര്യമാണ് അവൻ പറയുന്നത്, അതെ, നീ എന്നെ മിനന്നാർ തീയിൽ നിന്ന് പടച്ചിരിക്കുന്നു, ഖലഖതഹു, നീ ആദമിനെ പടച്ചത് മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ്, തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണിനാൽ പടക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുകയോ എന്ന കിബ്റാണ് അവൻ കാണിച്ചത്. അല്ലാഹു പറഞ്ഞു, അബാ വസ്തക്ബറ, ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ കൂട്ടാക്കിയില്ല, വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ കിബ്ർ നടിക്കുകയും ചെയ്തു. ഒരിക്കലും ഇബ്ലീസ് പറഞ്ഞില്ല അല്ലാഹുവേ നിനക്ക് മാത്രമേ സുജൂദുള്ളൂ, അതുകൊണ്ട് ഞാൻ ആദമിന് സുജൂദ് ചെയ്യില്ല എന്ന് ഇബ്ലീസ് പറഞ്ഞില്ല. അല്ലാഹുവേ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അതുകൊണ്ട് ഞാൻ ആദമിന് സുജൂദ് ചെയ്യില്ല എന്ന് ഇബ്ലീസ് പറഞ്ഞില്ല. ഇബ്ലീസിന്റെ പേരിൽ നുണ, അള്ളാന്റെ പേരിൽ നുണ, ഖുർആന്റെ പേരിൽ നുണ, ആദം അലൈഹിസ്സലാമിന്റെ പേരിൽ നുണ, ഇതൊക്കെ ഒരുപാട് നുണകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അള്ളയല്ലാത്ത മഹാന്മാർ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ത് എഴുതിവിട്ടാലും കളവുകൾ പറഞ്ഞാലും ശരി, അത് പ്രാർത്ഥന തന്നെയാണ്, ശിർക്ക് തന്നെയാണ്, സംശയമില്ല. നമ്മൾ നോക്കൂ, കുത്തുബിയത്തിൽ എവിടുന്നാ കുത്തുബിയത്ത് ഉണ്ടായത്? തമിഴ്നാട്ടിലെ കാഹിലിയ പട്ടണത്തിൽ. ഓരോന്നും ഇങ്ങനെയാണ്. മുസ്ലിങ്ങൾക്കിടയിൽ കടന്നു വന്ന അള്ളയല്ലാത്തുള്ള ഓരോ പ്രാർത്ഥനയുടെയും ഓരോ പരിശുദ്ധങ്ങളുണ്ടല്ലോ. എല്ലാ പള്ളിയിലും റജബ് മാസം പ്രവേശിച്ചപ്പോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചൊരിയണേ, അല്ലാഹുവേ ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണേ എന്ന പ്രാർത്ഥന എല്ലാ പള്ളികളിലും ഉസ്താദുമാര് 5 നേര നമസ്കാര ശേഷം ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ പ്രാർത്ഥന? മക്കയിലാണോ മദീനയിലാണോ? അതിന്റെ പാരമ്പര്യം പ്രവാചകനിലേക്ക് എത്തുമോ? സ്വഹാബത്തിലേക്ക് എത്തുമോ? 4 ഇമാമികളിലേക്ക് എത്തുമോ? ഇല്ല. അതിന്റെ ഏതാനും കൊല്ലങ്ങൾ മാത്രമേ ആ പ്രാർത്ഥനയ്ക്ക് പാരമ്പര്യമുള്ളൂ. മങ്കൂസ് മൗലിദ്, നബി തങ്ങളോട് പ്രാർത്ഥിക്കുന്ന മൗലിദ്, നബി തങ്ങളോട് പാപമോചനം തേടുന്ന മങ്കൂസ് മൗലിദ്, അത് മക്കയിൽ വന്നതാണോ മദീനയിൽ വന്നതാണോ? സ്വഹാബത്ത് ചൊല്ലിയതാണോ? പോട്ടെ 4 മദ്ഹബിലെ ഇമാമികൾ ചൊല്ലിയതാണോ? 10ഓളം സ്വഹാബികൾ സ്വർഗ്ഗത്തിലാണ് എന്ന് ജീവിച്ചിരിക്കുമ്പോൾ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വഹാബത്ത് ചൊല്ലിയതാണോ? ഇല്ല.
മംഗൂസ് മൗലിദിന്റെ പാരമ്പര്യം നിങ്ങളുടെ അടുത്തുള്ള പൊന്നാനി. ഞാൻ ഇങ്ങോട്ടുള്ള റൂട്ട് മാപ്പ് ഇട്ടപ്പോ പൊന്നാനി നടത്തി കാണിച്ചു അല്ലേ? അടുത്തുള്ള പൊന്നാനി, നിങ്ങളുടെ സമീപത്തുള്ള പൊന്നാനിയിലാണ് മംഗൂസ് മൗലിദിന്റെ കേന്ദ്രം. മക്കേ മദീനയുമല്ല, പ്രവാചകൻ സഹാബത്തുമല്ല. നാരിയ സ്വലാത്ത് ഈജിപ്തിലേക്ക് എത്തുള്ളൂ, നബിയിലേക്ക് എത്തൂല, സഹാബിയിലേക്ക് എത്തൂല. അള്ളയല്ലാത്തവരോട് തേടാനും അതെ ഏതൊക്കെ പ്രാർത്ഥന ഫോം ചെയ്തിട്ടുണ്ടോ, അതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ, താജ് സ്വലാത്തായാലും കഞ്ഞുകർഷായാലും ഏതാണെങ്കിലും, നബിതങ്ങളുടെ സ്വപ്നം കാണാൻ വേണ്ടിയുള്ള പ്രത്യേക സ്വലാത്താണെങ്കിലും, ഏത് സ്വലാത്തിന്റെ പ്രാർത്ഥനയാണെങ്കിലും അതിലൊക്കെ പലതിനും അള്ളയല്ലാത്തവരോട് തേട്ടമുണ്ട്. അതിന്റെ ഒന്നും പാരമ്പര്യം അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, പ്രമാണത്തിലേക്ക് എത്തുന്നില്ല, നബിതങ്ങളിലേക്ക് എത്തുന്നില്ല, സഹാബാക്കിറാമിലേക്ക് എത്തുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുതുബിയത്തിൽ വനജ്ജിനി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ല വലിയും മുഹിയദ്ദീനി. ലദാ എന്ന നരകത്തിൽ നിന്ന്, ആ നരകം ലദാ എന്ന നരകം മുഴുവൻ നാശമാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, കല്ലാ ഇന്നഹാ ലദാ, വേണ്ട കേട്ടോ, തീർച്ചയായും ലദാ എന്ന നരകമാണത്. അത് യശ്മിൽ വുജൂഹ്, മുഖങ്ങളെ കരിച്ചു കളയുന്ന, തലയോട്ടിയുടെ തൊലിയെ മുറിച്ചെടുക്കുന്ന ലദാ എന്ന നരകം ഖുർആൻ പഠിപ്പിച്ചതാണ്. ഖുതുബിയത്തിൽ പറയുകയാണ്, സുൽത്താന കുല്ല വലിയും മുഹിയദ്ദീനി, എല്ലാ ഔലിയാക്കന്മാരുടെയും സുൽത്താനായ മുഹിയദ്ദീനെ, വനജ്ജിനി, അങ്ങ് എന്നെ രക്ഷപ്പെടുത്തണേ, മിൻ ലദാ, ലദാ എന്ന നരകത്തിൽ നിന്ന്. അപ്പോൾ അല്ലാഹു എല്ലാവരോടും മുഹീദ്ദീൻ ശൈഖിനോട് ലദാ എന്ന ഖുർആൻ പഠിപ്പിച്ച നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശൈഖിനോട് തേടാൻ ഖുതുബിയത്ത് പഠിപ്പിക്കുക. ഖുർആനോ ലദാ എന്ന നരകത്തിൽ നിന്ന് അല്ലാതെ ആരും രക്ഷിക്കാൻ ഇല്ല എന്ന് പഠിപ്പിക്കുക. ഖുതുബിയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാലോ, 1000 തവണ വിളിക്കുന്ന കാര്യം. എന്റെ നാമം ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് 1000 തവണ ആരെങ്കിലും വിളിച്ചാൽ, ഈ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതിനെ പറ്റിക്കാൻ വേണ്ടിയാണ് ഏകോപാകണം. ഇവിടെ എന്താ പറഞ്ഞത്? 1000 തവണ ഒഴിഞ്ഞിരിക്കുക എന്നാണ്. അപ്പൊ എന്തായി? കുറെ ആളുകൾ സദസ്സായി കൂടിയിരിക്കുകയാണെങ്കിലും ലൈറ്റ് ആൻഡ് ഓഫ് ആക്കിയാൽ ആരെങ്കിലും ഒറ്റക്കായി. അതിനാൽ ഏകോപാകുന്നത്. അപ്പൊ ഒഴിഞ്ഞിരുന്നു കൊണ്ട് എന്റെ നാമം 1000 തവണ ആരെങ്കിലും വിളിച്ചാൽ, സഹോദരങ്ങളെ, ഞാൻ ഒരുപാട് ഖുതുബിയത്ത് കഴിച്ച ആളാണ്. എനിക്ക് ചിന്തിക്കാണ്ടായ ഒരു സന്ദർഭം, ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരിക്കൽ രാത്രി ഇങ്ങനെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പാതിരാക്കാനുള്ള ഖുതുബിയത്ത് കഴിക്കുക. ലൈറ്റ് ഇങ്ങനെ ഓഫ് ആക്കിയിട്ട് നേരെ വിളിച്ചുണ്ടാവും. ഞാൻ നോക്കുമ്പോ വയസ്സന്മാരുടെ 1000 തവണ നിന്നിട്ട് ആടി ആടി അതിഭയങ്കരമായുള്ള പ്രായം ചെന്നിട്ട് ആട്ടം കണ്ടിട്ട് എന്റെ ഉസ്താദ് ചിരിക്കുന്നതാണ്. അന്ന് ഞാൻ ചിന്തിച്ചു, ഇത് ഇങ്ങനെ ഒരു ആരാധന ഇസ്ലാമിനുണ്ടെങ്കിൽ ഉസ്താദ് എന്തിനാ ചിരിക്കണേ? എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോ എന്താണ് അതിന്റെ ബൈത്തിൽ പറയുന്നത്? എന്റെ നാമം 1000 തവണ ഒഴിഞ്ഞിരുന്നു കൊണ്ടാരെങ്കിലും വിളിച്ചാൽ, നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി സ്ഥൈര്യമായി കൊണ്ടാരെങ്കിലും തേടിയാൽ, വളരെ വേഗതയിൽ ഞാൻ അവന്റെ ആ തേട്ടത്തിന് ഉത്തരം കൊടുക്കും. ആ വിളിച്ച താമസം വിനാ, അതുകൊണ്ട് അവൻ വിളിച്ചു തേടിക്കൊള്ളട്ടെ, ദുആ ചെയ്തു കൊള്ളട്ടെ. യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി, ഓ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനെ എന്ന് പോരാ, തീർന്നില്ല, അതും പോരാ. 1000 തവണ വിളിച്ചാൽ മാത്രം പോരാ. ബഅദ സ്വലാത്തി 12 മിൻ റക്അ, 12 റക്അത്തിൽ നിസ്കരിച്ചതിനു ശേഷമായിരിക്കണം. മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസ് ബിൽ ഖദഅ, സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ടായിരിക്കണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടായിരിക്കണം. ബിൽ ഖദഅത്തി, അങ്ങേറ്റം വിനയപരിസരത്തോടു കൂടിയായിരിക്കണം. അതും പോരാ, ഇങ്ങനെയും കൂടി വിളിക്കണം. യാ ഔസൽ അഅദമ അബ്ദുൽ ഖാദിർ അസ്സുറ, ഏറ്റവും വലിയ സഹായമേ അബ്ദുൽ ഖാദിറെ അസ്സുറ, വേഗത്തിൽ അങ്ങ് വരണേ, ഉത്തരം ചെയ്യണേ. അതും പോരാ, നിങ്ങൾ ഇങ്ങനെയും വിളിക്കണം. യാ സയ്യിദി ഹുദുർനി യാ മുഹിയദ്ദീനി, എന്റെ സയ്യിദേ ഹുദുർനി, നീ എനിക്ക് ഹാജരാവണേ. യാ മുഹിയദ്ദീനി, എന്റെ മുഹിയദ്ദീനെ എന്നും വിളിക്കണം. എത്ര തവണ? 1000 തവണ. സഹോദരങ്ങളെ, ഇത് എങ്ങനെയാ വിളിക്കേണ്ടതുണ്ട്? 1000 തവണ എങ്ങനെയാ വിളിക്കേണ്ടത്? 12 റക്അത്തും എങ്ങനെയാ നമസ്കരിക്കേണ്ടത്? ഞാൻ എന്റെ നാമം കൊണ്ട് പറയുന്നില്ല,
ഖുതുബിയത്ത് പരിഭാഷവും വിശദീകരണവും പാറന്നൂർ പി മുഹൈദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതിയ പുസ്തകം അബ്ദുസമദ് ഫൈസിയും കൂടിയിട്ടുണ്ട്. 20 മുതൽ 28 വരെയുള്ള പേജിൽ കാണാം. അതിൽ എഴുതുന്നു: ശുദ്ധിയുള്ള സ്ഥലം, ഹൃദയ സാന്നിധ്യം, ഉറക്കം തൂങ്ങൽ ഒഴിവാക്കുക, സുഗന്ധം ഉപയോഗിക്കുക, യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പദമാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ശേഷം ഹാജത്ത് നമസ്കാരവും നിർവഹിക്കുക. ശേഷം സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ് ഓതി വിനയത്തോടെ 12 റക്അത്ത് നിസ്കരിച്ച ശേഷം 1000 വട്ടം വിളിച്ചാൽ ഉത്തരം ചെയ്യും. അബ്ദുൽ ഖാദിർ എന്നവരെ നിങ്ങൾ വേഗത്തിൽ ഉത്തരം ചെയ്യുക, നിങ്ങൾ എനിക്ക് ഹാജരാവുക മുഹീദ്ദീൻ ശൈഖേ. ഇത് അവർ എഴുതി വെച്ചിരിക്കുകയാണ്, ഉസ്താദുമാർ എഴുതി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല അതിന് വീണ്ടും കാണാം: യാ ഖുത്ബ അഹ്ലിസ് സമാ വൽ അർദി ഗൗസഹുമാ യാ ഫൈദ ഐനൈ വജൂദിഹിം ബഗൈസഹുമാ. മറ്റൊരു വരി അങ്ങനെയാണ്. ഉസ്താദ് അതിന്റെ അർത്ഥം എഴുതുകയാണ്. ഞാൻ അർത്ഥം പറഞ്ഞില്ല, ഉസ്താദിന്റെ അർത്ഥം ഞാൻ വായിക്കാം. ഇന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പരിഭാഷയുടെ ഖുതുബിയത്തിന്റെ പരിഭാഷയുടെ ഉസ്താദ് അർത്ഥം എഴുതുകയാണ്: ആകാശഭൂമി നിവാസികളെ കുത്തുബും കേന്ദ്രബിന്ദുവും ഗൗസുമായവരെ, മഹാസഹായവുമായവരെ, വാനലോകത്തും ഭൂലോകത്തുമുള്ളവർക്ക് ഉപകരിക്കുന്ന നദിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനവറുകളെ. അവയെല്ലാം ഒഴുക്കുന്ന മഹാനവറുകളാണ്. ആരെ? മുഹീദ്ദീൻ ശൈഖ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സമദ്, അല്ലാഹു തആലയാണ് ഖാലിഖ്, അല്ലാഹു തആലയാണ് മുദബ്ബിർ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. അല്ലാഹു തആലയ്ക്കുള്ള 99 നാമങ്ങൾ നൽകി ഇതൊന്നും ആരുമല്ല എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്തിട്ട് അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന് വിശ്വാസത്തോടെ വിളിച്ചാലും അത് ശിർക്ക് തന്നെയാണ്. മക്കാ മുശ്രിക്കുകളുടെ ചോദ്യവും മറുപടിയും കേട്ടതാണ് നമ്മൾ, ഒരുപാട് തവണ നമ്മൾ വായിച്ചതാണ്. സഹോദരങ്ങളെ, സൂറത്ത് സുമറിന്റെ 63-ാമത്തെ വചനം പിന്നെ ശൈഖ് വിശദീകരിക്കുന്നത് ആര്? മുഹീദ്ദീൻ ശൈഖ്. മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് സൂറത്തുൽ ബഖറയിലെ ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് മനപ്പാഠമുണ്ടല്ലോ. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനം നോമ്പുമായി ബന്ധപ്പെട്ട 5 ആയത്തുകൾ പറയുമ്പോൾ അതിനിടയിൽ 186-ാമത്തെ വചനം എല്ലാ മുജാഹിദുകൾക്കും അറിയാം. പക്ഷെ നമ്മൾ ആ വഴിക്കില്ല. നമ്മളാണ് ആയത്തുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി ഗുണപാഠം നേടേണ്ടത്. എന്തായത് ഒന്ന് പറഞ്ഞേ, പറയേ. ഓ നബിയെ, താങ്കളോട് എന്റെ അടിമകൾ അന്നി എന്നെ പറ്റി ചോദിച്ചാൽ അവർക്ക് താങ്കൾ കൊടുക്കേണ്ട മറുപടി ഇന്നീ ഖരീബ്, ഞാൻ എന്റെ അടിയാറുകളിലേക്ക് ഖരീബാണ്, ഏറ്റവും അടുത്തവനാണ് എന്നാണ് നീ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്തിനാണെന്നും നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം അവരോട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, എന്നോട് എന്റെ അടിയാറുകൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഞാൻ ഉത്തരം നൽകാൻ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ശിർക്ക് ചെയ്യുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായി ആയത്ത് മനപ്പാടാക്കി നമ്മൾ ഗുണപാഠം നേടിയോ? നോമ്പുകാരായ നമ്മൾ ദുആ ചെയ്താൽ ദുആക്ക് ഏറ്റവും അടുത്തിരുന്നു കൊണ്ട് അത് ഉത്തരം തരുമെന്ന് പഠിപ്പിച്ച ആയത്ത് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് അല്ലാഹു തആല ദൂരെ കണ്ട് അവനിലേക്ക് അടുക്കണമെങ്കിൽ ശുപാർശ വേണം. നമ്മളൊക്കെ മഹാഭാവികളാണ്, അല്ലാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ മഹാന്മാരെ വേണം എന്ന ശിർക്കിലേക്ക് എത്തിയവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അത് വേണ്ട, അന്ന് ഏറ്റവും അടുത്തവനാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കൂടിയാണ്. ഒന്നാമതായി എന്താണ്? നമുക്ക് വേണ്ടിയാണ്. ആത്മാർത്ഥമായി നോമ്പ് നോൽക്കും നമുക്ക് വേണ്ടിയാണ്. അത് സുന്നത്ത് നോമ്പാകട്ടെ, ഫർദ് നോമ്പാകട്ടെ, ഏത് നോമ്പാണെങ്കിലും നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ, നോമ്പുകാരായ അധികാരികൾക്ക് ഉത്തരം തരാൻ ഏറ്റവും അടുത്തവനാണെന്ന് പഠിപ്പിച്ച ആയത്താണത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഒരു അടിമയും അല്ലാഹുവിനെ ദൂരെ കാണേണ്ടതില്ല. എത്ര വലിയ പാപിയാണെങ്കിലും അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. റബ്ബിലേക്ക് നേരിട്ട് അടുത്തോ എന്ന് പഠിപ്പിക്കുന്ന വചനവുമാണ് എന്ന് നമുക്ക് പഠിക്കാൻ. മറ്റു ശിർക്കിന്റെ വക്താക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈ ആയത്തിനെ സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്വ റബ്ബാനി എന്ന ഗ്രന്ഥത്തിൽ തഫ്സീർ കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിൽ അല്ലാഹ് പറയുന്ന കാര്യം കൂട്ടരെ ഇതാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ശൈഖ് അവറുകൾ പറയുന്നു: ഇസ്തഗീസ് ബില്ലാഹി അസ്സ വജല്ല വസ്തഈൻ ബിഹി, അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യണം, സഹായം തേടണം. വസ്തഈൻ ബിഹി, അവനെ കൊണ്ട് മാത്രം ഇസ്തിആനത്തുള്ളൂ, അല്ലാഹുവിൽ മാത്രമേ സഹായം തേടലുള്ളൂ. അലാ ഹൗലായി ലമിദായി ഫൈനു യുഈതുക, മുഴുവൻ ശത്രുക്കൾക്കെതിരെയും അല്ലാഹ് നിങ്ങളെ സഹായിക്കും. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് സൂറത്ത് ബഖറ 186-ാമത്തെ വചനം ശൈഖ് അവർ കൊടുത്ത തഫ്സീറാണ്. റബ്ബിനോട് മാത്രം
ഇസ്തിഗാസ. അല്ലാഹുവിൽ മാത്രം ഇസ്തിആന, അല്ലാഹ് സഹായിച്ചിരിക്കും എന്നാണ്. മാത്രമല്ല ശൈഖ് അവർ തന്റെ മക്കൾക്ക് കൊടുക്കുന്ന വസിയത്തും പ്രാർത്ഥന അല്ലാഹുവിൽ മാത്രം എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവല്ലാത്ത ആരോട് പ്രാർത്ഥിക്കുന്നു അവരോടൊക്കെയും, അതുപോലെ തന്നെ അല്ലാഹുവല്ലാത്ത ആരോട് പ്രാർത്ഥിക്കാൻ എന്ന് വാദിക്കും നമ്മളോട് 10 കാര്യങ്ങൾ പറയുകയാണ്. നാം അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ പറ്റി പഠിപ്പിക്കുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ പറ്റി പഠിപ്പിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂറത്ത് അംബിയായിൽ അല്ലാഹ് പറയുന്നുണ്ട്, വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ആ നാട്ടുകാരോട് ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, എന്താണ് നിങ്ങൾ പോയി ഇഅ്തികാഫിരിക്കുന്ന ഇതൊക്കെ എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങളുടെ പൂർവികരെ ഇങ്ങനെ കണ്ടു. അവങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് പറയുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ പൂർവ്വ പിതാക്കളും വ്യക്തമായി പിഴച്ചു പോയിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, തൗഹീദിന്റെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ 2 പോയിന്റ് ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ അടിമുടി തൗഹീദിന് സാക്ഷിയായിരിക്കണം. കാരണം എന്താ? നമ്മുടെ ബോഡി കോടാനുകോടി സെല്ലുകൾ അടക്കി വെച്ച് അല്ലാഹു തആല സംവിധാനിച്ച ഒരു വലിയ ബിൽഡിംഗാണ്. ഈ ഒരു സംവിധാനം റബ്ബല്ലാതെ വേറെ ആരും ചെയ്തില്ല. ഉമ്മാന്റെ വയറ്റിൽ നമ്മളെ ഫോം ചെയ്തവൻ അള്ളയാണ്. അവിടേക്ക് റൂഹ് നൽകിയവൻ അള്ളയാണ്. അവിടേക്ക് വെള്ളം നൽകിയവൻ ആഹാരം അള്ള മാത്രമാണ്. ഉമ്മയെന്ന് നമുക്ക് വാദമില്ല, ബാപ്പയെന്ന് വാദമില്ല, ഉപ്പാപ്പയെന്ന് വാദമില്ല, ഉമ്മാമയെന്ന് വാദമില്ല. നമ്മൾ തന്നെ സ്വയം ചെയ്തു, അത് വാദമില്ല. അള്ള മാത്രമാണ് എല്ലാം ചെയ്തവൻ. അള്ള മാത്രമാണ് അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവന്നവൻ. മുലപ്പാൽ നൽകിയവനും അള്ളയാണ്, അത് ദഹിപ്പിച്ചവനും അള്ളയാണ്. ഉമ്മയാണെന്ന് പോലും ഉമ്മ പോലും വാദിക്കില്ല എങ്കിൽ അടിമുടി അല്ലാഹു തആല മാത്രമാണ് നമ്മെ സംവിധാനിച്ചവൻ എന്ന തൗഹീദിന് നാം സാക്ഷിയാവും. രണ്ടാമത്തെ കാര്യം, അതേ റബ്ബല്ലാത്ത ആരോടും തേടാനോ ഇബാദത്തിന്റെ ഒരു അംശവും അല്ലാഹു തആല അല്ലാത്ത ആർക്കും ഞാൻ നൽകില്ല എന്നുള്ളതിനും നമ്മൾ സാക്ഷിയാവും. മാത്രമല്ല അതിന്റെ കൂടെ ശിർക്കിന്റെ വക്താക്കൾ എന്തൊക്കെ ചോദ്യം ചോദിച്ചാലും അതിന് മറുപടി കൊടുക്കാൻ നാം പ്രാപ്തരായിരിക്കണം. ഇന്ന് മനസ്സിൽ നിങ്ങൾ കോറിയിടണം. ഇന്ന് രാത്രി മുതൽ ശിർക്കിനെതിരെ ഖുർആനും ഹദീസും സകലമാന പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും ശബ്ദിച്ച വചനങ്ങളുണ്ട്. സർവ്വ പ്രവാചകന്മാരും ശിർക്കിനെതിരെ കൊടുത്ത മറുപടിയുണ്ട്. ബാത്തിലിന്റെ കക്ഷികൾക്ക് കൊടുത്ത മറുപടിയുണ്ട്. ഹക്കിനെ ഇറക്കി ബാത്തിലിനെ ഫയദ്മാഹു അടിമുടി തകർത്ത വചനങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കണം. എന്നിട്ടോ ശിർക്കിനെതിരെ നമുക്ക് മറുപടി ഉണ്ടാകണം. അതാണ് വേണ്ടത്. പ്രിയമുള്ളവരെ, അതുമായി ബന്ധപ്പെട്ട ഒരു 10 കാര്യങ്ങൾ പറയാണ്. ഒന്നാമത്തെ കാര്യം, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഏറ്റവും പിഴച്ചവരാണ്. എന്താണ്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഏറ്റവും പിഴച്ചവർ. ഓമൻ അദല മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജിബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ലോകാവസാനം വരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ കഴിയാത്തവരെ വിളിച്ചു തേടുന്നവർ ഏറ്റവും വഴിപിഴച്ചവരാണ്. അത് ജിന്നിനോടാണെങ്കിലും മലക്കിനോടാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും മരിച്ചവരോടാണെങ്കിലും ഹയ്യുള്ളവരാണെങ്കിലും ഖാദിറിനോടാണെങ്കിലും അതെ ഹാദിറിനോടാണെങ്കിലും വായുവിനോടാണെങ്കിലും ആരോട് വിളിച്ചു തേടിയാലും ശിർക്കാണത്. അവരെക്കാൾ വഴിപിഴച്ചവർ ലോകത്തില്ല തന്നെ എന്നുള്ളതാണ്. ഹയ്യിനോട്, ഖാദിറിനോട്, വായുവിനോട്, ഹാദിറിനോട് ആരോടും തേട്ടമില്ല. തേടിയാൽ അത് പച്ചയായ ശിർക്ക് തന്നെ. അവരാണ് ഏറ്റവും പിഴച്ചവർ. അവർ ഉത്തരം തരൂല. രണ്ടാമത്തെ കാര്യം, അതുവഴി അവരെ ആരാധിക്കുകയാണ്. അങ്ങനെ തേടിയാൽ അതുവഴി അവരോട് ആരാധനയാണ്. അവർ ഇലാഹല്ല എന്ന് വാദിച്ചാലും ഇലാഹാക്കല, അത് ദുആഅല്ല എന്ന് വാദിച്ചാലും ദുആ തന്നെയാണ്. എന്താ കാരണം? ഇന്ന ദുആഉ വൽ ഇബാദ, തീർച്ചയായും വിളിച്ചു തേട്ടം പ്രാർത്ഥനയാണ് എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഗാഫിറിന്റെ 60-ാം ആയത്ത് ഓതിയത് അതിന് തെളിവാണ്. മൂന്നാമത്തെ കാര്യം, അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഖുർആൻ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. എല്ലാ പള്ളികളും അല്ലാഹുവിന്റേതാണ്. അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിനെ മാറ്റി നിർത്തിയല്ല, അല്ലാഹുവിന്റെ കൂടെ പോലും ഒരാളോടും തേടാൻ പാടില്ല. അല്ലാഹുവിന്റെ പള്ളിയിൽ കയറിയിരുന്ന് മങ്കൂസ് മൗലിദ് കഴിക്കരുത്. അല്ലാഹുവിന്റെ പള്ളിയിൽ കയറിയിരുന്ന് 1000 തവണ ശൈഖിനെ വിളിച്ച് തേടരുത്. പള്ളി അല്ലാഹുവിന്റെയാണ്.
നാലാമത്തെ കാര്യം, ദുആ കേൾക്കുന്നവനും ഉത്തരം തരുന്നവനും അല്ലാഹ് മാത്രമേ ഉള്ളൂ. സമീഉ ദുആ അല്ലാഹ് മാത്രമേ ഉള്ളൂ. മുജീബു ദുആ അല്ലാഹ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു നൂറ്റാണ്ട് സ്റ്റേജിൽ കയറി തൗഹീദ് പറഞ്ഞവർ ഇപ്പോൾ പറയുന്നു, സമീഉ ദുആ, ദുആ കേൾക്കുന്നവർ അല്ലാഹുവിന് പുറമെ മലക്കുകളുണ്ട്. മുജീബു ദുആ, ദുആക്ക് ഉത്തരം തരുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. എന്തൊരു വിരോധാഭാസം നോക്കി, എന്തൊരു വൈരുദ്ധ്യാധിഷ്ഠിതം നോക്കി. ഇസ്ലാം പറയുന്നു, നമ്മൾ പറയുന്നു, പ്രവാചകനോളം പാരമ്പര്യമുള്ള അഖീദ ആദർശം പറയുന്നു, മനുഷ്യോൽപത്തിയോളം ആദനബിയോളം പാരമ്പര്യമുള്ള ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ പറയുന്നു. അതെ, അല്ലാഹ് മാത്രമേ സമീഉ ദുആ ഉള്ളൂ. അതെ, അല്ലാഹ് മാത്രമേ മുജീബു ദുആ ഉള്ളൂ. ദുആ കേൾക്കുന്നവനും ഉത്തരം തരുന്നവനും അല്ലാഹ് മാത്രം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദ്ഊ ലാ യസ്മഉ ദുആഅക്കും. അല്ലാഹുവിന് പുറമെ ദുആ കേൾക്കുന്നവരാരുമില്ല. അല്ലാഹുവിന് പുറമെ ദുആ കേൾക്കുന്നവരാരുമില്ല. അല്ലാഹുവിന് പുറമെ ദുആക്ക് ഉത്തരം തരുന്നവരും ആരുമില്ല. മരിച്ചവരും കേൾക്കൂല, ജീവിച്ചിരിക്കുന്നവരും കേൾക്കൂല. മരിച്ചവരും ഉത്തരം തരൂല, ജീവിച്ചിരിക്കുന്നവരും ഉത്തരം തരൂല. ജിന്നും തരൂല, മലക്കും തരൂല. അഞ്ചാമത്തെ കാര്യം, അല്ലാഹു അല്ലാത്ത ആരും ഭൂമിയിൽ യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. സൂറത്ത് സബഇന്റെ 22-ാം വചനം അതിന് തെളിവാണ്. മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തിലും ഭൂമിയിലും ഒരു അണുത്തൂക്കം പോലും ആരും സൃഷ്ടിച്ചിട്ടില്ല, ഉടമപ്പെടുത്തിയിട്ടില്ല. ആറാമത്തെ കാര്യം, അതെ, പ്രാർത്ഥന കേൾക്കേണ്ട കോലത്തിൽ കേൾക്കാനും ഉത്തരം തരാനും അല്ലാഹുക്കല്ലാതെ ആർക്കും കഴിയില്ല. ഏഴാമത്തെ കാര്യം, അല്ലാഹ് മാത്രമേ സൃഷ്ടികളുള്ളൂ. ബാക്കി കോടാനുകോടി ചരാചരങ്ങൾ നിർജീവമാകട്ടെ ജീവനുള്ളതാകട്ടെ പടപ്പുകൾ സൃഷ്ടികൾ മാത്രമാണ്. സൂറത്ത് നഹ്ലിന്റെ 20-21 ആയത്തുകൾ അതിന് തെളിവാണ്. എട്ടാമത്തെ കാര്യം, അല്ലാഹ് എല്ലാവരോട് തേടിയാലും, മരിച്ചവരോട് തേടിയാലും, ഔലിയായിനോട് തേടിയാലും, അമ്പിയാക്കളോട് തേടിയാലും, ജിന്നിനോട് തേടിയാലും, മലക്കിനോട് തേടിയാലും, തൊട്ട് മുന്നിൽ ഹാജറായ ഖാദിറായവനോട് തേടിയാലും, അതെ, അത് അവർ ദുർബലരാണ്, സൃഷ്ടികളാണ്. ഒരു ഈച്ചയുടെ അധികാരം പോലും കഴിവ് പോലും ഇല്ലാത്തവരാണ്. സൂറത്ത് ഹജ്ജിന്റെ 73-ാമത്തെ ആയത്ത് അതിന് തെളിവാണ്. ദുർബലരാണ്. അല്ലാഹു പുറമെ ആരോട് തേടിയാലും അവർ ദുർബലരാണ്. ഒമ്പതാമത്തെ കാര്യം, ലാ ബുർഹാന ലഹു, അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവില്ല, ബുർഹാൻ പ്രമാണമില്ല. അല്ലാഹ് അല്ലാത്തവരോട് തേടാൻ പ്രമാണമില്ല. പത്താമത്തെ കാര്യം, അതെ, യഥാർത്ഥ അടിമകളുടെ സിഫത്ത്, പ്യൂർ ദാസന്മാർ, പ്യൂർ അടിമകൾ, സ്വർഗ്ഗത്തിൽ പോകുന്ന യഥാർത്ഥ കക്ഷികൾ അവരാരാണ്? വല്ലദീന ലാ യദൂന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിനെ കൂടെ ആരോടും വിളിച്ചു തേടാത്തവർ. സ്വർഗ്ഗത്തിൽ പോകുന്ന അല്ലാഹുവിന്റെ ഒറിജിനൽ അടിയാന്മാർ അല്ലാഹുവിന്റെ കൂടെ ആരോടും ദുആ ചെയ്യാത്തവരാണ്. പ്രിയമുള്ളവരെ, ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥന കൊടുത്തു. അതെല്ലാം അല്ലാഹുമ്മ എന്ന് മാത്രം, അല്ലാഹുവേ, യാ റബ്ബി, റബ്ബേ, റബ്ബന, ഞങ്ങളുടെ റബ്ബേ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്തൊരു പ്രാർത്ഥനയില്ല. മാത്രമല്ല, അല്ലാഹ് എല്ലാത്തോട് തേടിയാൽ പരലോകം നഷ്ടമാണ്. ദഖലന്നാർ, നരകത്തിൽ പ്രവേശിക്കും. ഹറമല്ലാഹു അൽ ജന്ന, അല്ലാഹ് എല്ലാത്തവരോട് തേടുന്നവർക്ക് സ്വർഗ്ഗം നിഷിദ്ധമാണ്. ഈ കാരണങ്ങളാൽ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അല്ലാഹുവേ, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന, നിനക്ക് മാത്രം ജീവിതം സമർപ്പിക്കുന്ന ഹനീഫ് മുസ്ലിമൂൻ, അങ്ങനെയുള്ളവരായി ജീവിക്കാൻ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ ശിർക്കിന്റെ വക്താക്കളായിരുന്നുവെങ്കിൽ, വിദേഹത്തിന്റെ കക്ഷികൾപ്പെട്ടവരായിരുന്നുവെങ്കിൽ, അതിനെല്ലാം അല്ലാഹു ഞങ്ങൾ പ്രത്യേകമായി നിന്നോട് തൗബ ചെയ്ത് മടങ്ങുകയാണ്. ഞങ്ങൾ തൗബ നീ സ്വീകരിക്കണമേ. അല്ലാഹുവേ, മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകളുടെ പക്കൽ നിന്ന് എല്ലാ നന്മകളും അവരുടെ പക്കൽ നിന്ന് മാത്രമേ സ്വീകരിക്കുള്ളൂ. നിന്റെ ഓഫറാണ്. ഞങ്ങൾ നന്മകൾ സ്വീകരിക്കണമേ. ഞങ്ങൾ തിന്മകൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. റബ്ബേ, രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണമേ. അവരിൽ മരിച്ചവർക്ക് മഗ്ഫിറത്ത് നൽകണമേ. മർഹമത്ത് ചൊരിയണമേ. ആ കബറിടങ്ങൾ വിശാലമാക്കണമേ. കുടുംബസമേതം സ്വർഗം പ്രാപിക്കാൻ തൗഫീഖ് ചെയ്യണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിക മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി